ഫ്രാൻസിസ് യുദ്ധഭൂമിയിലേക്ക്. പാട്ടും നൃത്തവും ആഘോഷങ്ങളുമായി ഫ്രാൻസിസ് യുവത്വം ആഘോഷിക്കുന്ന കാലം. ഇതുമാത്രം പോരാ, തനിക്ക് പ്രശസ്തനായ ഒരു മാടമ്പിയും പ്രഭുവുമാകണം. അതിനൊരു മാർഗമേ ഉള്ളൂ: സൈനിക സേവനം. സൈന്യത്തിൽ ചേർന്ന് വിജയശ്രാളിതനായി തിരിച്ചെത്തുമ്പോൾ ഈ പദവിയെല്ലാം ഭരണാധികാരിയിൽ നിന്ന് ലഭിക്കും. 1201 അസിസിയും അയൽരാജ്യമായ പെറൂജിയയും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. മാടമ്പി സ്ഥാനം നേടിയെടുക്കാൻ ഇത് തന്നെ പറ്റിയ അവസരം. യുദ്ധഭൂമിയിലേക്ക് കുതിക്കുവാൻ ഫ്രാൻസിസിലെ പോരാളി വെമ്പൽ കൊണ്ടു. യുദ്ധം ജയിച്ച് മടങ്ങിയെത്തുമ്പോൾ അസിസി നഗരം രാജകീയമായി തന്നെ സ്വീകരിച്ച് ആനയിക്കുന്നത് ഫ്രാൻസിസ് സ്വപ്നം കണ്ടു. സൈന്യത്തിൽ ചേരാനുള്ള അനുവാദത്തിനായി ഫ്രാൻസിസ് മാതാപിതാക്കളുടെ മുമ്പിൽ ചെന്നു. മകനോട് അതിയായ സ്നേഹമുള്ള പിക്ക മനസ്സ് ആകുലതകൾ കൊണ്ട് വീർപ്പുമുട്ടി. അവർ അവനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ രാജ്യസ്നേഹം സിരകളിലൂടെ ഒഴുകുന്ന ഫ്രാൻസിസ് സൈന്യത്തിൽ ചേരണമെന്ന് വാശി പിടിച്ചു. ഒടുക്കം മകൻ്റെ നിർബന്ധത്തിന് ബുദ്ധിക്ക് മുൻപിൽ ആ മാതാപിതാക്കൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു. സൈന്യത്തിൽ ചേർന്ന ഫ്രാൻസിസ് മുന്നണിയിലേക്ക് കുതിച്ചു. പടക്കളം പ്രക്ഷുബ്ധമായി. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഗ്രയുദ്ധം. നൂറുകണക്കിന് സൈനികർ മരിച്ചു വീണു. അസാമാന്യമായ പോരാട്ടവീര്യത്തോടെ ഫ്രാൻസിസ് യുദ്ധക്കളത്തിൽ പൊരുതി. എങ്കിലും കൂടുതൽ സൈനിക ശക്തിയുള്ള പെറൂജിയയ്ക്ക് മുമ്പിൽ അസീസിക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നു. ഫ്രാൻസിസും കൂട്ടരും തടവിലാക്കപ്പെട്ടു. പെറൂജിയയിൽ ഒരു കൊല്ലക്കാലം അദ്ദേഹത്തിന് തടവിൽ കിടക്കേണ്ടി വന്നു. ആവശ്യത്തിന് ഭക്ഷണമോ മരുന്നോ ഇല്ലാത്ത നരകയാതനകളുടെ ദിനങ്ങൾ. പെറൂജിയയിൽ സൈനികരുടെ ക്രൂരമായ പെരുമാറ്റം, മർദ്ദനങ്ങൾ, നരകയാതനകളുടെ ഒരു വർഷം. അതിനുശേഷം ഇരു രാജ്യങ്ങൾ തമ്മിലുണ്ടാക്കിയ സമാധാന സന്ധിയുടെ അടിസ്ഥാനത്തിൽ തടവുകാർ സ്വതന്ത്രരാക്കപ്പെട്ടു. ജയിൽ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ക്രൂര പീഡനങ്ങൾ ഫ്രാൻസിസിനെ തളർത്തി. ഒരു നാൾ ആരും അറിയാതെ ഫ്രാൻസിസ് വീട്ടിലെത്തി. വിജയശ്രീലാളിതനായ ആയിരങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങി മടങ്ങി വരുന്ന മകനെ കാത്തിരുന്ന അമ്മ അവൻ്റെ രൂപം കണ്ട് പൊട്ടിക്കരഞ്ഞു. മകൻ്റെ വിളറിയ മുഖവും പതറുന്ന കാലുകളും സംസാരശക്തി നഷ്ടപ്പെട്ടവനെ പോലെ മൂകമായി ഇരിപ്പും കണ്ടപ്പോൾ സ്വതവേ കഠിനഹൃദയനായ പിതാവിൻ്റെ പോലും കണ്ണുകൾ ഈറനായി. അസാധാരണവും കഠിനവുമായ ഒരു പനി ഫ്രാൻസിസിനെ ബാധിച്ചു. മരുന്നുകളൊന്നും ഫലിക്കുന്നില്ല. ദിനംപ്രതി പനി കഠിനമാകുന്നു. ഫ്രാൻസിസിൻ്റെ ബോധം മറഞ്ഞു തുടങ്ങി. അദ്ദേഹം മരണത്തിൻ്റെ വക്കിലെത്തി. ഈ സമയമെല്ലാം അമ്മ മകനു വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു. അവരുടെ സ്നേഹപൂർവമായ പെരുമാറ്റവും സാമീപ്യവും വിദഗ്ധരായ വൈദ്യരുടെ ചികിത്സയും ഫ്രാൻസിസിനെ മെല്ലെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. ആഴ്ചകളോളം കിടക്കയിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടി വന്ന ഫ്രാൻസിസ് പതിയെ സുഖം പ്രാപിച്ചു. ഒരു വടിയും കുത്തിപ്പിടിച്ച് പുറത്തിറങ്ങിയ അദ്ദേഹം ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചു. തനിക്ക് കുറേ ആഹ്ലാദം പകർന്നിരുന്ന പ്രകൃതി സൗന്ദര്യത്തിൽ അദ്ദേഹം അപ്പോൾ പഴയ ആഹ്ലാദമല്ല, ഞാൻ നേടാൻ ആഗ്രഹിച്ച ലൗകിക സുഖങ്ങൾ, ധനം, പ്രഭുത്വം, മാടമ്പിസ്ഥാനം എല്ലാം മിഥ്യയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. ആളൊഴിഞ്ഞ പള്ളികളിലും ഗുഹകളിലുമെല്ലാം മണിക്കൂറുകളോളം പ്രാർത്ഥനയും ധ്യാനവുമായി ഫ്രാൻസിസ് കഴിയാൻ തുടങ്ങി. എല്ലാം മിഥ്യയാണ്, മിഥ്യ. അനശ്വരമായ എന്തോ ഒന്ന് അവശേഷിക്കുന്നു. അതിനെ കണ്ടെത്തുകയാണ് എൻ്റെ വിളി. അദ്ദേഹം മനസ്സിൽ കണക്കുകൂട്ടി. കർത്താവേ, അനുഗ്രഹിക്കണമേ. തകർച്ചയിലൂടെ അങ്ങയെ കണ്ടെത്തിയ ഫ്രാൻസിസിനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകളും വേദനകളും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയെ പൂർണ്ണമായി കണ്ടെത്തുവാനുള്ള കൃപാവര ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധ ഫ്രാൻസിസെ, ഞങ്ങളുടെ തകർച്ചകളിൽ അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. പരിശുദ്ധ പരമദൈവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.